ഹലോ, ഞങ്ങളിന്ന് റെഡി ആയിട്ട് ഒരു നൈറ്റ് പാർട്ടിക്ക് പോവാണ് കേട്ടോ. നൈറ്റ് പാർട്ടി വലേറ്റയിലാണ്. സോ ഗോസോയിൽ നിന്ന് വലേറ്റയ്ക്ക് പോകാൻ വേണ്ടി ഫാസ്റ്റ് ഫെറിക്കാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫാസ്റ്റ് ഫെറിക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങൾ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തു. നോർമലി നമ്മൾ ഗോസോയിൽ നിന്ന് മാൾട്ടയ്ക്ക് നോർമൽ ഷിപ്പ് വഴി അങ്ങനെ മാൾട്ടയിലേ പോയിട്ടുള്ളൂ. സോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫാസ്റ്റ് ഫെറിക്ക് വലേറ്റയിൽ പോകുന്നത്. സോ ഫാസ്റ്റ് ഫെറി കയറിയപ്പോഴാണ് മനസ്സിലായത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ ഷിപ്പിനെ പോലെയല്ല, തികച്ചും ഡിഫറെൻ്റ് ആണെന്ന്. നമ്മുടെ ഒരു ഫ്ലൈറ്റിലേക്ക് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഞാനിവിടെ കണ്ടത്. അതുപോലെ തന്നെ വ്യൂ ഒക്കെ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടു. ഷിപ്പിലെ പോലെ നമുക്ക് പുറത്തെ വ്യൂ അങ്ങനെ നിന്ന് കാണാൻ പറ്റിയില്ല. സോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വലേറ്റയിൽ എത്തി കേട്ടോ. Thank you. Now I know. ദോണ്ടയാ വരുന്നതാണ് നമ്മുടെ സ്വന്തം സുബി ചേച്ചി. നെക്സ്റ്റ് ആൾ നമ്മുടെ അനീഷ മാർട്ടിൻ. പരിപാടി എങ്ങനെ കളറാക്കാമെന്ന് വിചാരിച്ച് മാത്രം വന്ന അനീഷ മാർട്ടിൻ. അങ്ങനെ വലേറ്റയിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ഹാർബർ വ്യൂ ഉള്ള ഏരിയ ആണ്. നല്ല എത്നിക് ലുക്കായിട്ട് എൻറിച്ച്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്. സോ അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ വലേറ്റയിലുള്ളത്. അതും നമ്മുടെ മാൾട്ടയുടെ ക്യാപിറ്റലായ വലേറ്റ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി തന്നെ ഉണ്ടായിരുന്നു എനിക്ക്. സൺസെറ്റിൻ്റെയൊക്കെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വെയിലൊന്നും ഇല്ലായിരുന്നു. ഒരു തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. ഫെറിയിൽ നിന്ന് ഇറങ്ങി കുറച്ചധികം നടക്കാനായിട്ടുണ്ടായിരുന്നു പരിപാടി സ്ഥലത്തേക്ക്. ആ മോളിൽ കാണുന്ന ആ ബ്രിഡ്ജ് കണ്ടില്ലേ, അതുവഴിയാണ് നമ്മൾ പോകുന്നത്. സോ ഞങ്ങൾ താഴേന്ന് ലിഫ്റ്റ് കയറി നമ്മുടെ അപ്പർ ബറാക്ക വഴിയാണ് നമ്മൾ പോകുന്നത്. ഗാർഡൻ ഉണ്ട്. അങ്ങനെ ലിഫ്റ്റ് കയറി ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ ലിഫ്റ്റ് കയറി നിന്നപ്പോഴാണ് അതിൻ്റെ ആ ഒരു വ്യൂവിൻ്റെ ഭംഗി മനസ്സിലാക്കുന്നത്. നോക്ക്, വാവ്! ആ ലൈറ്റിങ്സും ആ ഹാർബർ വ്യൂവും അതേപോലെ തന്നെ ആ പരിപാടി സ്ഥലത്തു നിന്ന് കാണുന്ന ആ ഒരു കേൾക്കുന്ന ആ ഒരു സൗണ്ടും വന്നപ്പോഴത്തേക്കും എന്താ പറയുക, ഉള്ളിൽ നിന്നൊരു സംഭവമാണ്, ഒരു വെമ്പലാണ് കാണാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ത്വര ഉള്ളിൽ നിന്ന് വന്നു. അങ്ങനെ നമ്മുടെ അപ്പർ ബറാക്ക ഗാർഡനിലേക്ക് എത്തി. ഇവിടെയാണ് കൂടുതൽ പേരും ഈവനിങ് വാക്കിനും അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാനും എക്സസൈസ് ചെയ്യാനായിട്ടൊക്കെ വരുന്നതും അതുപോലെ പരസ്പരം വർത്തമാനങ്ങളൊക്കെ പറയാനായിട്ട് വന്നിരിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ തന്നെ ആ ഗാർഡനിൽ തന്നെ നമുക്ക് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. സോ എനിക്ക് ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നേരം കിട്ടിയില്ല. കാരണം എൻ്റെ മൈൻഡ് ഫുൾ ആ ഒരു പരിപാടിയായിരുന്നു. കാരണം ഈ ഗാർഡനിൽ നിന്ന് തന്നെ അതിൻ്റെ ആ ഒരു പരിപാടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഗാർഡൻ വിട്ട് അങ്ങ് നീങ്ങി. ഒരു ദിവസം വലേറ്റയിൽ ഈ ഗാർഡനൊക്കെ കാണാൻ വേണ്ടി തന്നെ വരണമെന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ അപ്പർ ബറാക്ക ഗാർഡൻ. എൻ്റെ മോനെ, എന്നെ ഭംഗിയാണ് കാണാനായിട്ട് വലേറ്റ. പ്രാചീനത തുളുമ്പി നിൽക്കുന്ന ബിൽഡിങ്സും ലൈറ്റിങ്സും മാത്രമല്ല സൺസെറ്റും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു വലേറ്റ കാണാൻ. എനിക്ക് വല്ലാതെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാ അവിടെ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്നാന്ന് തോന്നുന്നു പാർട്ടി. അതെ, Bence de konser olmuştu burada.
ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എത്താനും ലേറ്റായി. അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിയുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു ഗൈസ്. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാമിയനോ ഡേവിഡിൻ്റെ പരിപാടി മാത്രം കണ്ടിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ പരിപാടി നല്ല അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടത്. പക്ഷേ അത് മൊത്തം കാണാനായിട്ടുള്ള ഭാഗ്യമുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾക്ക് മിസ്സായി. സോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.